ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ അമ്പുടു നേരത്തെ തന്നെ എണീറ്റുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ എണീക്കനാട്ടി മുന്നേ അമ്പുട് എണീറ്റപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ അവളത് നോക്കിയിട്ടിരിക്കുകയാണ് ക്യാമറയിൽ. അപ്പോൾ ഞാൻ നേരെ വന്നിട്ട് എന്ത് ചെയ്തു, പൂക്കളിടാമെന്ന് വിചാരിച്ചു. ഉത്രാടല്ലേ, നല്ല മഴയുണ്ട്, അപ്പോൾ പിന്നെ പുറത്തിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉമ്മറത്തേക്ക് കയറിയിട്ട് അവിടെ ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഓണത്തിന് ഉമ്മറത്ത് തന്നെ ഇടാറ്, അപ്പോൾ ഉത്രാടം കൂടെ അവിടെ തന്നെ ആക്കി. അങ്ങനെയൊക്കെ വരച്ചിട്ട് ഉത്രാടമായ കാരണം കുറച്ചും കൂടെ ഒരു വലിയ പൂക്കളാക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പത്തിൽ തന്നെ ഞാൻ പൂക്കളിട്ടു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ അമ്പുടൂന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് വാശിയാണ് കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ വാതിൽ അവിടെ അടച്ചിട്ട് എടുക്കുകയാണ്. ഞാൻ പുറത്താണല്ലോ ഇരിക്കണം, അപ്പോൾ ഇങ്ങോട്ട് കടത്തി വിടണ്ടെന്ന് പറഞ്ഞെടുക്കുകയാണ്. വന്ന വശം ഇതാണ് അവസ്ഥ, ഇതൊക്കെ വലിച്ച് വാരിടും. കഴിഞ്ഞിട്ട് വേണം ഞാൻ അവളെ കുളിപ്പിക്കാനൊക്കെ. അവളെന്തായാലും നേരത്തെ എണീറ്റതല്ലേ, ഉത്രാടമൊക്കെ അല്ലേ. അപ്പോൾ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഓണത്തിൻ്റെ പോലെ തന്നെ ഉത്രാടത്തിനും വേണം രാവിലെ എണീറ്റ് നല്ല ഡ്രസ്സൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ രണ്ടെണ്ണം എണീറ്റിട്ടില്ല കേട്ടോ. പാറും കുട്ടി എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പൂക്കളിടലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂക്കൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചെരാതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ പോയിട്ടാണ്. പിന്നെ ചെരാതൊക്കെ വെച്ചു, കാരണം ഓണമൊക്കെ അല്ലേ. അതായത് നാളെയാണ് ഓണം, എന്നാലും ഇന്ന് ഉത്രാടല്ലേ. അപ്പോൾ ഉത്രാടം സ്പെഷ്യലായിട്ട് പൂക്കളിട്ട് എണീറ്റേൻ്റെ ഒരു പ്രഹസനമാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വേറെ കാര്യം. അപ്പം അങ്ങനെയിട്ട് ദീപമൊക്കെ കത്തിച്ച് വെച്ച്, ദീപമല്ല ചെരാതൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ പൂക്കളം സെറ്റാക്കി എടുത്തിട്ടാണ്. ഉത്രാടല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി കിടന്നോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ നാളെ ഓണമല്ലേ, അപ്പോൾ മറ്റേ വിളക്കൊക്കെ കത്തിച്ചേക്കണം. അപ്പോൾ അമ്പുടൂനെ കുളിച്ച് റെഡിയാക്കി അമ്പുട് വന്നിട്ടുണ്ട്. അമ്പുടൂന് ഇനി ഇതിൻ്റെ ഈ പൂക്കളം കണ്ടിട്ട് അമ്പുട് വിചാരിച്ചുള്ളത് സ്വാമി എന്നാട്ടോ. സ്വാമി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പുട്. അപ്പോൾ എവിടെ വിളക്ക് കത്തിച്ച് വെച്ചോ അവൾ പ്രാർത്ഥിക്കും. അങ്ങനെ ലച്ചൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയുടെ രാവിലത്തെ ഉണ്ണിയപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അമ്മ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ അമ്മ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വൈകിട്ട് അച്ചപ്പം ഉണ്ടാക്കും. അങ്ങനത്തെ പലഹാരം ഉണ്ടാക്കണ പണികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ പോയി കുളിക്കാൻ പോയിട്ടാ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ട്. എനിക്ക് പുറത്തേക്കൊന്ന് പോകണം കേട്ടോ. കുറേ സാധനങ്ങൾ ഇനി മേടിക്കാണ്ട് ഇത്ര. ഈ ഓണമൊക്കെ ആയത് തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കും എന്ന് പറഞ്ഞ പോലെ. പിന്നെ നാളേക്കുള്ളത് ഇന്ന് മേടിച്ചേക്കാലോ എന്നുള്ള ഇതിലാണ് കേട്ടോ. കുട്ടും പാറൊക്കെ കുളിച്ച് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു കേട്ടോ. അപ്പോൾ ഈ ഇറങ്ങണതൊക്കെ ഒന്ന് എടുത്തായോ എന്ന് പറഞ്ഞിട്ട് അവരാണ് എടുത്തത് കേട്ടോ. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, എത്രയെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ മേടിച്ചിട്ടാ. നാളെ ഞങ്ങൾ ചിക്കനും ബീഫും മീനും സദ്യയുടെ ഐറ്റംസും എല്ലാതും ഉണ്ട് കേട്ടോ. ചില വീടുകളിലൊന്നും മേടിക്കാറില്ല കേട്ടോ. ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഇതൊക്കെയെന്ന് ഓണത്തിനൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളോടെ ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ സുബിയേട്ടന് തീരെ ഇഷ്ടമല്ല കേട്ടോ ഇതൊന്നും. ഓണത്തിൻ്റെയും വിഷുവിൻ്റെ ഒന്നും ഈ വക ഐറ്റംസ് നോൺ വെജൊന്നും ഇഷ്ടമല്ല. സദ്യ മാത്രമാണ്, വെജിറ്റേറിയനാണ് ആൾക്കിഷ്ടം. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ആളില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ടാവും, എന്നാലും ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ചിക്കൻ എന്തായാലും മേടിച്ചതല്ലേ, അപ്പോൾ ഇന്ന് കുറച്ചെടുത്ത് റോസ്റ്റ് ചെയ്യുക, നാളെ ഫ്രൈ ആണല്ലോ ചെയ്യണത്. അപ്പോൾ പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ എത്ര കട്ട് ചെയ്തിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അഞ്ചു വന്നിട്ടോ. അപ്പോൾ അവൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഉണ്ടാക്കി. അപ്പോഴേക്കും ഞാൻ സുബിയേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ പെങ്ങളെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മാമൻ്റെ വക ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ ഓണം വിഷുവൊക്കെ ആയാൽ. അപ്പോൾ രണ്ടാൾക്കും ഞാൻ എടുത്ത ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ ഞാനിതൊന്ന് ഇടിപ്പിച്ചിട്ട് അവരെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നന്ദൂട്ടാൻ വിളിക്കണ എന്നെ. അവിടെ നിന്ന് അകലാടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതാ പൂക്കളത്തിൻ്റെ അവസ്ഥ നിലയ്ക്കുക. അമ്പുട് വീണ്ടും ടാറ്റ തരാം കേട്ടോ. ഞാൻ പൂവ് വെച്ചിട്ട് കണ്ടില്ലേ, പൂക്കളെ നിലയ്ക്കാക്കി. പിള്ളേരുള്ള വീട് ഇങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഊഹിച്ചാൽ മതിയല്ലോ, അനുഭവം കൊണ്ട് അറിയാലോ. അപ്പോൾ ഇത്രയും നേരമെങ്കിലും ആ പൂക്കൾ അവിടെ കിടന്ന് വലിയ ഭാഗ്യം. പിന്നെ ഞാനും അഞ്ചും കൂടെ ഒന്ന് കണ്ണ് ഡോക്ടറെ അടുത്തേക്ക് പോകണം. അവൾക്ക് ഗ്ലാസ് മാറ്റാണ്ട്. ഡോക്ടറെ അടുത്തേക്കല്ല, കണ്ണട മേടിക്കാനായിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്പുടൂനിട്ടാ പോയത്. കുട്ടും പാറും കൂടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പുടൂൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതാണ് അവൾ തിരക്ക് പിടിച്ചിങ്ങനെ വണ്ടിയുമ്പോൾ കയറി നല്ല ഹാപ്പി ആയിട്ടാണ് അവൾ വന്നത്. അവിടെ എത്തി പിന്നെ അഞ്ചു കണ്ണാടൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നുണ്ട് ഏതാ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അമ്പൂടച്ചെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾ പുറത്തേക്ക് വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണത്. അങ്ങനെ ഞാൻ അവൾ എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവൾ എൻ്റെ മുഖത്തു നിന്നൊക്കെ ഇറങ്ങിയതാ. അവിടെ ഗ്ലാസ് ആണല്ലോ, ആ ഗ്ലാസ്സിലൊക്കെ നോക്കിയിട്ടും അവിടുത്തെ സ്റ്റാഫിനോടൊക്കെയാണ് ചിരിച്ച് കളിച്ച് നിൽക്കണത്. പിന്നെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഇവിടെ നിന്നിട്ട് കുറേ ഓരോന്ന് കാട്ടിക്കൂട്ടും കേട്ടോ. വരുന്നവർക്കും പോണവർക്കൊക്കെ ടാറ്റൊക്കെ കൊടുത്തിട്ട് അവൾ പോകുന്നിട്ടാ. പിന്നെ മീൻ മേടിച്ചിട്ടോ നാളേക്കുള്ളത്. അപ്പോൾ മീൻ മേടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പുളിക്കടയിൽ ഫാൻസി കട കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് 2-3 സാധനങ്ങൾ മേടിക്കാനുള്ള കാരണം കൊണ്ട് അത് മേടിച്ചു.
പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് നാളേക്കുള്ള പൂക്കളം വരച്ചിട്ടു കേട്ടോ. അപ്പം അമ്പുടുവിൻ്റെ വിചാരം അമ്പുടുവാണ് ഇത് വരച്ചെന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ ആ പെൻസിൽ എടുത്തിട്ട് ആകുമ്പോൾ കോറി വരയ്ക്കണത്. ഇനി നാളത്തെ ഓണവിശേഷങ്ങളുടെ വീഡിയോസായിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബായ്.